നീതു. സൂര്യൻ ആഴക്കടലിന്റെ മടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാഴ്ചയും കണ്ടുകൊണ്ട് സിദ്ധുവിന്റെ കൈ പിടിച്ച് തോളിൽ ചാരി നിന്ന് ആ കാഴ്ച ആസ്വദിക്കുന്നത് മനസ്സിൽ കണ്ടു നിൽക്കുമ്പോഴാണ് ഞാൻ ആ വിളി കേട്ടത്. പണ്ടെപ്പോഴോ കേട്ടുമറന്ന സ്വരം. പെട്ടെന്ന് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കി. മനസ്സിന്റെ കോണിൽ എവിടെയോ ഉള്ള കോപത്തിന്റെ അറയിൽ ഞാൻ അടച്ചിട്ട മുഖം. ഈ ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ആരെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുവാൻ കാത്തുവെച്ച അതേ മുഖം. എന്തിനാണ് അയാൾ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്? നിനക്കെന്നോട് ദേഷ്യമുണ്ടോ നീതു? വളരെ ദയനീയമായ സ്വരത്തിൽ അയാൾ ചോദിച്ചു. എനിക്കാരോടും ദേഷ്യമില്ല. എന്തുകൊണ്ടോ എനിക്കപ്പോൾ അങ്ങനെയാണ് പറയാൻ. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീ എന്നെ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത്. പക്ഷേ അത് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല നീതു. ശാരീരിക സമ്മർദ്ദം എൻ്റെ മേൽ അത്രയ്ക്കുണ്ടായിരുന്നു. നിന്നിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നും അവൾ എന്നെ തടഞ്ഞു വെച്ചു. അയാളുടെ വാക്കുകളുടെ ദയനീയത അയാളുടെ മുഖത്തില്ലെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള ഒരു പൂവാലിന്റെ വെറും വാക്കുകളായി എനിക്കതിനെ തോന്നിയുള്ളൂ. എന്നാലും അതികഠിനമായ വാക്കുകളൊന്നും എനിക്ക് തിരിച്ചു പറയാൻ കിട്ടിയില്ല. പലപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ എന്ന് പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്. ഉള്ളിൽ ആർത്തലിക്കുന്ന കോപത്തിരികൾ ഉണ്ടെങ്കിലും അതിൽ ഒരു തുള്ളി പോലും ആവശ്യമുള്ളപ്പോൾ പുറത്തേക്ക് ഒഴുകാറില്ല. എന്നാൽ വേണ്ടാത്തിടത്തെല്ലാം ഞാൻ അറിയാതെ തന്നെ അത് പ്രവഹിച്ചിരിക്കും. ഇതുതന്നെയല്ലേ എല്ലാ പെൺകുട്ടികളോടും പറയാറുള്ളത്? എവിടെ നിന്നോ ആർജിച്ച ശക്തിയിൽ ഞാൻ പറഞ്ഞു. അയാൾ അല്പസമയം ഒന്നും മിണ്ടാതെ നിന്നു. നീതു, നമ്മൾക്ക് പഴയ പോലെ ആയിക്കൂടെ? ഇല്ല, പറ്റില്ല. എടോ, പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അനുഭവിച്ച വേദനയുടെ തീവ്രതയൊന്നും അയാൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് വ്യക്തമായി. പിന്നെ എന്തു ലക്ഷ്യം വെച്ചാണ് അയാൾ ഇപ്പോൾ ഈ സ്നേഹം നടിച്ചു വന്നിരിക്കുന്നത്? മറ്റൊരു പെണ്ണിനെയും സ്നേഹിച്ചു വഞ്ചിക്കാൻ കിട്ടാത്തത് കൊണ്ടാവും. ഞാനാണെങ്കിൽ വീഴ്ത്തുവാനും പറ്റിക്കുവാനും എളുപ്പം വഴങ്ങുന്ന ആളാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുമുണ്ടാവും. അയാളെ കുറ്റം പറയാനും കഴിയില്ല. ഒരിക്കൽ അയാളുടെ പഞ്ചാര വാക്കുകളിൽ ഞാൻ അടിതെറ്റി വീണുപോയതല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. നീ ഒരിക്കൽ എന്നെ സ്നേഹിച്ചിരുന്നതല്ലേ, എനിക്ക് വേണ്ടി കാത്തിരുന്നതല്ലേ. പിന്നെന്താ? അങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിച്ചു. പക്ഷേ ഇനി എനിക്കതിന് കഴിയില്ല. സിദ്ധുവിനെ കുറിച്ച് അയാളോട് പറയണമോ എന്ന് ഞാൻ ചിന്തിച്ചു. അത് പറയുന്നത് ഉചിതമല്ലെന്ന് തോന്നിയപ്പോൾ വേണ്ടെന്ന് വെച്ചു. വേറൊരാളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് തന്നെ സ്നേഹിക്കാത്തതെന്ന് അയാൾ തെറ്റിദ്ധരിച്ചാലോ? എനിക്ക് പോകണം, സമയം ഒരുപാടായി. ഞാൻ അയാളുടെ മുഖം നോക്കാതെ ധൃതിയിൽ അവിടെ നിന്നും നടന്നു. മണലിലൂടെ പ്രയാസപ്പെട്ട് റോഡരികിലേക്ക് നടക്കുമ്പോൾ ലോകം മുഴുവൻ നിലച്ചതുപോലെ തോന്നി. ഹൃദയത്തിൽ ഞെട്ടലും ഭയവും കലർന്ന ഒരു ചേതോവികാരം നിറയുന്നുണ്ടായിരുന്നു. എന്തിനെന്നു പോലും അറിയാത്ത വേറിട്ടൊരനുഭവം. വീട്ടിലെത്തി മുറിയിലെ കിടക്കയിൽ ഞാൻ മലർന്നു കിടന്നു. അയാൾ പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുൻപൊരിക്കൽ ഞാൻ അയാളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച അതേ വാക്കുകൾ. കാലത്തിന്റെ മടക്കുകളിൽ എവിടെയോ തടഞ്ഞു കിടന്ന അവ ഏറെ വൈകിയാണ് എന്നെ തേടിയെത്തിയത്. ആ വാക്കുകൾക്ക് ഞാൻ അന്ന് പ്രതീക്ഷിച്ചിരുന്ന മധുരം ഇപ്പോൾ കൈപ്പുളവാക്കുന്നു. വെയിൽ മങ്ങിയെങ്കിലും പോകുവാൻ മടിച്ചു എന്ന സൂര്യൻ വറ്റി വറ്റി മാനമാകെ ചുമന്നു തുടിച്ചൊരു സായാഹ്നം. ഖാലിദ് ഹുസൈനിയുടെ എ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് വായിച്ചുകൊണ്ടിരിക്കുന്നതിനാലാവാം ആ കാഴ്ച 1000 സൂര്യന്മാർ ഒരുമിച്ച് തിളങ്ങി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിലെ എൻ്റെ പ്രിയപ്പെട്ട കഥാപാത്രത്തെ കൊന്നുകളഞ്ഞ ഈർഷ്യയിൽ ഞാൻ എഴുത്തുകാരനെ പഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൊബൈലിൽ കോൾ വന്നത്. ഞാൻ ഒരിക്കൽ മനഃപ്പാടമാക്കി വെച്ച അതേ നമ്പർ. അല്പം ഗൗരവം മുഖത്തും സ്വരത്തിലും സൃഷ്ടിച്ച് ഞാൻ കോൾ എടുത്തു. ഹലോ നീതു, ഇത് ഞാനാ. മറുതൽക്കൽ അയാളുടെ ശബ്ദം. എന്താ? എനിക്ക് നിന്നെ മറക്കാനാവില്ല നീതു. അതിന് ഞാൻ എന്തു വേണം? ഞാൻ അല്പം കനത്ത സ്വരത്തിൽ ചോദിച്ചു. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇനി ഒരിക്കലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനാവില്ല. നിനക്ക് മറ്റാരെങ്കിലും ഇഷ്ടമാണോ? അയാളുടെ കണ്ഠം ഇടറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതെ, ഞാൻ മറ്റൊരാളുമായി ഇഷ്ടത്തിലാണ്. അയാൾ അപ്പോൾ എനിക്ക് തികച്ചും ഒരു ശല്യമായി മാറിയിരുന്നു. അങ്ങനെയെങ്കിലും ഒഴിവായി പോകട്ടെ എന്ന് ഞാൻ കരുതി. നീ വെറുതെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതല്ലേ? അല്ല, എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ ഇപ്പോഴെനിക്കുണ്ട്. മറ്റാർക്കു വേണ്ടിയും അവൻ എന്നെ വിട്ടു പോകില്ലെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. സിദ്ധുവിന്റെ പേര് പറയണമെന്ന് എനിക്ക് തോന്നിയെങ്കിലും കാരണമറിയാത്ത ഒരാശങ്ക മനസ്സിൽ കയറിയപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നിനക്കിനി ഒരിക്കലും പഴയതുപോലെ ആവാൻ കഴിയില്ലേ? ഇല്ല, നീ ഒരുപാട് മാറിപ്പോയി. മനുഷ്യനല്ലേ, കാലം കഴിയുമ്പോൾ മാറും. നിനക്ക് പക്വത കൈവന്നിരിക്കുന്നു. ഞാനൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ അഭിമാനം കലർന്ന ആത്മസംതൃപ്തി ഒളിഞ്ഞുകിടന്നു.
എനിക്കല്പം തിരക്കുണ്ട്. ഞാൻ കോൾ കട്ട് ചെയ്യട്ടെ. ഞാൻ പുഞ്ചിരി മറച്ചുകൊണ്ട് അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ശരി, പക്ഷെ നിന്റെ മനസ്സ് മാറുന്നതുവരെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. കോൾ കട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ നിറഞ്ഞ സന്തോഷവും അഭിമാനവുമായിരുന്നു. എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഇപ്പോൾ എന്നെ തേടി വന്നിരിക്കുന്നു. 4 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ അയാളെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. കുളക്കടവിൽ നിന്ന് പാടവരമ്പത്തേക്കുള്ള വിജനമായ ഇടവഴിയിൽ അയാൾ എന്നും എന്നെ കാത്ത് നിൽക്കുമായിരുന്നു. ഹൃദ്യമായ ഒരു പുഞ്ചിരി എന്നും അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ആദ്യമൊക്കെ അയാളെ കാണുന്നത് വെറുപ്പായിരുന്നു. പിന്നീടെപ്പോഴോ ഞാൻ ആ പുഞ്ചിരിയിൽ അരിഞ്ഞു വീണു. ഒരു ദിവസം ഞാനും തിരിച്ചു മധുരമായ ഒരു പുഞ്ചിരി നൽകി. പിന്നെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, അടുത്തറിഞ്ഞു. ഞങ്ങളുടെ ബന്ധം ദൃഢമാകുന്നതിൽ ആ ഇടവഴി സാക്ഷിയായി. ഞാൻ അയാളെ ആഴത്തിൽ സ്നേഹിച്ചു തുടങ്ങി. എന്നാൽ അത്രയൊന്നും ആഴം അയാളുടെ സ്നേഹത്തിനുണ്ടായിരുന്നില്ലെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന പാഴ്വാക്ക് അയാൾ നിരന്തരം എന്നോട് പറഞ്ഞു. അതിൽ അയാളെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. പതിയെ അയാൾ എന്നിൽ നിന്നും അകലാൻ തുടങ്ങി. ഇടവഴിയിൽ അയാളെ കാണാതായി. മറ്റെവിടെ വെച്ചെങ്കിലും കണ്ടാൽ കൂടി അയാൾ മുഖം തിരിച്ചു നടക്കാൻ തുടങ്ങി. ഒരിക്കൽ അയാളെ ഞാൻ അതേ വിജനമായ ഇടവഴിയിൽ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം കണ്ടു. ആ പെൺകുട്ടിയോട് അയാൾ അതേ ഹൃദ്യമായ പുഞ്ചിരിയിൽ സംസാരിക്കുന്നു. അന്ന് ആ ചിരിയിൽ ഞാൻ കണ്ടത് വഞ്ചനയായിരുന്നു. എന്റെ ഹൃദയം തകർന്നടിഞ്ഞു. പിന്നീടുള്ള പല രാത്രികളിലും ഞാൻ കരഞ്ഞു. ആ ഇടവഴിക്കരികിലൂടെ പോകാൻ തന്നെ മടിച്ചു. എന്തിനെന്നറിയാതെ ആ പെൺകുട്ടിയെ ശപിച്ചു. അയാളെ കാണുമ്പോഴൊക്കെ കരഞ്ഞപേക്ഷിച്ചു. എന്നാൽ അയാൾ എന്നെ കേൾക്കാൻ പോലും തയ്യാറായില്ല. വളരെ നാളത്തെ ഏകാന്തതയ്ക്കും വിരഹത്തിനും ഒടുവിൽ ഞാൻ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. കണ്ണീർ വറ്റിയ കണ്ണുകൾ ഒന്നിറുക്കി അടച്ചു തുറന്നു. അലസുമായി കിടന്ന മുടി ചീകി ഒതുക്കി ചുണ്ടുകൾ വിടർത്തി ഒന്ന് പുഞ്ചിരിച്ചു. എന്റെ അകത്തെയും പുറത്തെയും സൗന്ദര്യം ഞാൻ ആ പുഞ്ചിരിയിൽ അറിയുകയായിരുന്നു. ഇന്ന കാലം എനിക്കായി അയാളോട് പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ കരഞ്ഞു തീർത്ത കണ്ണീരിന് മറുപടിയായി അയാൾ എന്നോടിപ്പോൾ കേണപേക്ഷിക്കുന്നു. ഞാൻ അയാളോട് അന്ന് പറഞ്ഞതെല്ലാം ഇന്ന് അയാൾ എന്നോട് തിരിച്ചു പറയുന്നു. വിജയത്തിന്റെ ആഹ്ലാദവും അഭിമാനവും എന്നിൽ നിറഞ്ഞു. പ്രതികാര സംതൃപ്തിയുടെ ക്രൂരമായ ഒരു ചെറു പുഞ്ചിരിയോടെ അന്നു രാത്രി ഞാൻ ഉറങ്ങി. സിദ്ധുവിന്റെ കൂടെ പാർക്കിലെ ബെഞ്ചിൽ കുട്ടികൾ ഊഞ്ഞാലാടുന്നതും കളിക്കുന്നതും നോക്കി സംസാരിച്ചിരിക്കുന്നത് എനിക്കെന്നും രസമുള്ള കാര്യമാണ്. എന്നാൽ ആ രസം എനിക്ക് വല്ലപ്പോഴും മാത്രമേ ലഭിക്കാറുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടാവും അത് ഇത്രമേൽ രസമുള്ളതായതും. അങ്ങനെ ഒരു ദിവസം പാർക്കിലെ ബെഞ്ചിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് ഞാൻ അയാൾ തിരിച്ചു വന്ന കാര്യം സിദ്ധുവിനോട് പറയുന്നത്. നീ എന്തു പറഞ്ഞു? ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ സിദ്ധു ചോദിച്ചു. ഞാൻ എന്തു പറയാൻ, പറ്റില്ല എന്ന് പറഞ്ഞു. ഷോ, നീ എന്ത് പണിയാ കാണിച്ചേ? അയാൾക്ക് എന്ത് വിഷമമായി കാണും. ഓഹോ, അപ്പൊ നിനക്കെന്നെ മടുത്തോ? ഞാൻ നിന്നെ വിട്ട് പോകണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? എനിക്കിനി നിന്നെ മടുത്താലും നീ എന്നെ വിട്ടു പോകില്ല എന്ന് എനിക്കറിയാലോ. സിദ്ധുവിന്റെ തോളിൽ ചാരി കിടക്കുമ്പോൾ ഞാൻ മറ്റെല്ലാം മറന്നുപോകും. ആ ചെറുതാപത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ സിരകളിലൂടെ സുഖമുള്ളൊരു കുളിരും. മരണമില്ലാത്ത രാത്രികൾ എന്ന എന്റെ നോവൽ വിജയിച്ചപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും ആശംസകളും നിറഞ്ഞ കത്തുകൾ എന്റെ മേശപ്പുറം നിറച്ചു. അതിൽ എന്റെ കണ്ണിൽ ഉടക്കിയത് ഒരു കത്ത് മാത്രമാണ്. നിന്റെ സ്വന്തം സിദ്ധു എന്നെഴുതിയ കത്ത്. ഇത്രയും അധികാരത്തോടെ എഴുതണമെങ്കിൽ എനിക്കറിയാവുന്ന ആരെങ്കിലുമാണോ ഇത്? എനിക്ക് പരിചയമുള്ള പേരുകളിൽ ഞാൻ സിദ്ധു എന്ന പേര് ഒരുപാട് തിരഞ്ഞു. എന്നാൽ എന്റെ ഓർമ്മച്ചെപ്പിൽ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഞാനത് തുറന്നു വായിക്കുക തന്നെ ചെയ്തു. ഹലോ നീതു, ഞാൻ സിദ്ധാർത്ഥ്. മരണമില്ലാത്ത രാത്രികൾ എന്റെ രാത്രികളെ മരണമില്ലാത്തതാക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. സുജയും മീനുവും എന്റെ ചിന്തകളിൽ കയറിക്കൂടിയിരിക്കുന്നു. നീയല്ലേ അവരെ സൃഷ്ടിച്ചത്. ഇനി നിനക്കല്ലാതെ മറ്റാർക്കും എന്റെ ചിന്തകളെ അവരിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയില്ല. നീ എന്തെങ്കിലും ചെയ്ത് എന്റെ ഉറക്കം തിരിച്ചു തരൂ എന്ന് നിന്റെ സ്വന്തം സിദ്ധു. ഒരു പൂവാലിനാണെന്ന് തോന്നുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ച് ആ കത്തിന് ഒരു മറുപടി അയക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഏകാന്തതയിൽ ഞാൻ ചടഞ്ഞുകൂടിയിരിക്കുന്ന നിമിഷമായതിനാൽ അതെനിക്കൊരു രസമായി തോന്നി. പ്രിയപ്പെട്ട സിദ്ധാർത്ഥ്, എന്റെ സുജയും മീനുവും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ചിന്തകളിൽ നിന്നും അവരെ പറഞ്ഞുവിടാൻ എനിക്ക് കഴിയില്ല. അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം. ഞാനാണ് അവരെ സൃഷ്ടിച്ചത് എന്നത് ശരി തന്നെ. എന്നാൽ അവരെ നിങ്ങളാണ് നിങ്ങളുടെ ചിന്തകളിലേക്ക് കയറ്റിവിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ചിന്തകളെ അവരിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നീതു കൃഷ്ണ.
കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ ആ കത്തിനെക്കുറിച്ച് തന്നെ മറന്നു കഴിഞ്ഞിരുന്നു. ഒരു വൈകുന്നേരം കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ മേശപ്പുറത്തേക്ക് വെറുതെ ഒന്ന് നോക്കി. അവിടെ സിദ്ധുവിൻ്റെ കത്ത് കിടക്കുന്നു. ഈ കത്തിന്ന് രാവിലെ വന്നതാ മോളെ, ഞാനത് പറയാൻ വിട്ടുപോയി. നിന്റെ പുസ്തകത്തെക്കുറിച്ച് ആരെങ്കിലും എഴുതിയതാണോ? ഞാൻ ആ കത്തെടുത്ത് നോക്കുന്നത് കണ്ട് അമ്മ ചോദിച്ചു. അതെ അമ്മേ, ഇയാൾ മുന്നേ ഒരു കത്തയച്ചിരുന്നു. അതിന് ഞാൻ മറുപടിയും അയച്ചിരുന്നു. ഇനി ഇതിലെന്താണാവോ? ഞാൻ കത്ത് തുറന്ന് വായിച്ചു. ഹലോ നീതു, ഇത് ഞാനാണ് സിദ്ധാർത്ഥ്. നീതു പറഞ്ഞത് ശരിയാ. ഞാൻ തന്നെയാ സുജിയെയും മീനുവിനെയും എൻ്റെ ചിന്തകളിൽ കയറിക്കൂടാൻ അനുവദിച്ചത്. പക്ഷേ അവരെ എനിക്കിപ്പോൾ ഇറക്കിവിടാൻ കഴിയുന്നില്ല. അവർ അത്രമേൽ എൻ്റെ ചിന്തകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. പിന്നെ നീതു, നിനക്കൊരു കാര്യം അറിയണോ? നിന്നോട് പറയാത്ത പല കഥകളും അവരിപ്പോൾ എന്നോട് പറയുന്നുണ്ട്. നിനക്കറിയാമോ നീതു, സുജി ലവ് ബേർഡ്സിനെ മാത്രമല്ല ഒരു കുഞ്ഞു തത്തമ്മയെ കൂടി വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ മീനുവിന് മാധവ് എന്നൊരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ഇതൊന്നും നീ എന്താ അറിയാതിരുന്നത്? അതോ അറിഞ്ഞിട്ടും അത് ഞങ്ങൾ വായനക്കാരോട് പറയാതിരുന്നതാണോ? നിന്റെ ആ കള്ളച്ചിരി എനിക്ക് കാണാനാവുന്നുണ്ട് നീതു. നീ ഇതിന് മറുപടി അയക്കില്ലേ? ഞാൻ കാത്തിരിക്കും. ഇന്ന് നിന്റെ സ്വന്തം സിദ്ധു. അവൻ പറഞ്ഞതുപോലെ ആ കത്ത് വായിക്കുമ്പോൾ ഞാൻ ചിരിക്കുകയായിരുന്നു. എന്നാൽ അത് കള്ളച്ചിരിയായിരുന്നില്ല. അല്പം നൊസ്സുള്ളവനാണല്ലോ ഇവൻ എന്നായിരുന്നു ആ ചിരിയിലുണ്ടായിരുന്നത്. ഞാൻ അതിനും മറുപടി എഴുതി അയച്ചു. പിന്നീട് അവൻ്റെ കത്തുകൾ കൊണ്ട് എൻ്റെ മേശപ്പുറം നിറഞ്ഞു തുടങ്ങി. അതിനെല്ലാം ഞാൻ മറുപടിയും അയച്ചു. ആദ്യമൊക്കെ ഞങ്ങളുടെ കത്തുകൾ സുജയും മീനുവും മാത്രമായിരുന്നു. പിന്നീട് ഞങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പരസ്പരം പങ്കുവെച്ചു തുടങ്ങി. പിന്നീട് എപ്പോഴോ ഞാൻ അവൻ എഴുതുന്ന കത്തുകളിൽ ഞാൻ അറിയാതെ തന്നെ അവനോടുള്ള പ്രണയവും കടന്നുകൂടുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവൻ എനിക്കൊരു കത്തെഴുതി. അവൻ്റെ കത്തുകളിൽ എൻ്റെ പ്രിയപ്പെട്ട നീതു, കുറച്ചു നാളായി എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഹൃദയം വല്ലാതെ പിടയുന്നു. പക്ഷെ വേദനിക്കുന്നില്ല. പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സുഖമുണ്ട്. സുജിയും മീനുവും എൻ്റെ ചിന്തകളിൽ നിന്നും ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നു. എൻ്റെ ചിന്തകളിൽ ഇപ്പോൾ നീ മാത്രമാണ് നീതു. നീ എൻ്റെ ചിന്തകളിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതസഖിയായി എൻ്റെ കൂടെ എന്നും നീ എന്ന് നിന്റെ സ്വന്തം സിദ്ധു. നമ്മൾക്കൊന്ന് നേരിട്ട് കാണാമോ എന്ന് മാത്രം ഞാൻ മറുപടി അയച്ചു. സിറ്റിയിലെ ലൈബ്രറിക്കടുത്തുള്ള പാർക്കിൽ ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടി. എൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ച അതേ രൂപം തന്നെയാണ് സിദ്ധു നിനക്ക്. നിന്നെ ഞാൻ പുസ്തകത്തിന്റെ പുറകെ കണ്ടതുകൊണ്ട് കൂടുതൽ സങ്കല്പിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ പരസ്പരം പുഞ്ചിരിച്ചു. പാർക്കിലെ ഒരൊഴിഞ്ഞ ബെഞ്ചിൽ ഞങ്ങൾ ഇരുന്നു. നീതു, ഞാൻ ചോദിച്ചുള്ള നിന്റെ മറുപടി എന്താണ്? നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. സിദ്ധു എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു. സിദ്ധു, നിന്നെ ഞാൻ എപ്പോഴാണ് സ്നേഹിച്ചു തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ പേടിയാവുന്നു. ഒരിക്കൽ ഒരു ചതിക്കുഴിയിൽ പെട്ടവളാണ് ഞാൻ. ഇനിയും ഒരെടുത്തുചാട്ടത്തിന് ഞാൻ തയ്യാറല്ല. വിജനമായ ഇടവഴിയിൽ തുടങ്ങി അവിടെ തന്നെ തകർന്ന എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഞാൻ സിദ്ധുവിനോട് വിവരിച്ചു. സിദ്ധു, വെറുതെ സമയം കളയാൻ വേണ്ടി മാത്രം പ്രണയിച്ചു നടക്കാൻ ഞാനില്ല. ഞാൻ മനഃപൂർവ്വമായല്ല സ്നേഹിച്ചത്. ഞാൻ അറിയാതെ നിന്നെ സ്നേഹിച്ചു പോവുകയായിരുന്നു. സമയം കളയാൻ വേണ്ടി മാത്രം നിന്നെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മരണം വരെ എൻ്റെ സഖിയായി നീ എൻ്റെ കൂടെ വേണം നീതു. ഞാൻ സിദ്ധുവിൻ്റെ കൈകൾ പിടിച്ചു. അവൻ്റെ തോളിൽ ചാരിക്കിടന്നു. അവൻ്റെ നേർത്ത ചുണ്ടുകൾ കൊണ്ട് അവൻ എൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവിടെ നിന്നും ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങുകയായിരുന്നു. അകലം ഞങ്ങളെ ശാരീരികമായി അകറ്റിയെങ്കിലും കത്തുകളാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്തുകൊണ്ടേയിരുന്നു. സിദ്ധുവും എന്നെ ചതിക്കുമോ എന്ന ഭയം ഇടയ്ക്കിടെ എൻ്റെ മനസ്സിൽ വന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ അയാളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു സിദ്ധുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും. അയാൾ കള്ളച്ചിരികൾ കൊണ്ടും ചാബല്യമായ വാക്കുകൾ കൊണ്ടും എന്നെ സ്നേഹവലയത്തിൽ വീഴ്ത്തിയപ്പോൾ സിദ്ധു എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് സിദ്ധു എനിക്ക് വാക്കു തന്നു. എൻ്റെ കുസൃതികളിൽ അവൻ എപ്പോഴും ലയിച്ചിരുന്നു. ഞാൻ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുമ്പോൾ അവൻ എൻ്റെ കൈകൾ പതിയെ തലോടും. നോക്കൂ, ആ പൂവിതളിൽ മഞ്ഞുതുള്ളി വീണയെടുക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. അങ്ങനെ ചുറ്റിനുമുള്ള മനോഹരമായ കാഴ്ചകൾ കാണിച്ച് എൻ്റെ ശ്രദ്ധ അപക്വമായ പ്രണയവും പരസ്പരം മനസ്സിലാക്കിയും ബഹുമാനവും ഉൾക്കൊണ്ട പ്രണയവും തമ്മിൽ വളരെയധികം അന്തരമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇടവഴിയിലെ പ്രണയം തകർന്നു പോയത് നന്നായി എന്ന് ഞാൻ ചിന്തിച്ചു. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സിദ്ധുവിനെ കിട്ടില്ലായിരുന്നു. സത്യമായ പ്രണയം ഞാൻ ഒരിക്കലും അനുഭവിക്കില്ലായിരുന്നു. അയാളുമായുള്ള എൻ്റെ ആദ്യ ചുംബനം എനിക്ക് യാതൊരു തരത്തിലുള്ള വികാരവും നൽകാത്തതായിരുന്നു.
അതുവരെ കുഞ്ഞുനാളുകളിൽ അമ്മയിൽ നിന്നും ഏട്ടന്മാരിൽ നിന്നും കവിളുകളിൽ പതിഞ്ഞ കുഞ്ഞുമകൾ മാത്രമേ എനിക്ക് അറിഞ്ഞിരുന്നുള്ളൂ. ജീവിതത്തിൽ അന്നാദ്യമായാണ് ഒരു പുരുഷനിൽ നിന്നും അധരങ്ങൾ കോർത്തുകൊണ്ടുള്ള ചുംബനം ഞാൻ ഏറ്റുവാങ്ങുന്നത്. എന്നാൽ എനിക്ക് അപരിചിതമായ ആ പ്രക്രിയയിൽ എനിക്ക് ഭയമുണ്ടായിരുന്നു. ഭയത്താൽ ആ ചുംബനം എനിക്ക് അരോചകമായി തോന്നി. ഒഴിഞ്ഞ ഒരു കോഫി ഷോപ്പിലെ ഏറ്റവും പുറകിലുള്ള കസേരയിൽ ഒരു പാവയെ പോലെ അയാളുടെ ചേഷ്ടകൾക്ക് മുന്നിൽ ഞാൻ വരവിച്ചിരുന്നു. പിന്നീട് ആ കോഫി ഷോപ്പിന് മുന്നിലൂടെ പോകുമ്പോഴെല്ലാം എനിക്ക് ആ ചുംബന രംഗം ഓർമ്മ വരും. അപ്പോഴൊക്കെ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുമായിരുന്നു. എനിക്കിഷ്ടമല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് അതിനെതിരെ പറഞ്ഞില്ല എന്ന് ഞാൻ എന്നെ പഴിക്കും. പിന്നീടൊരിക്കൽ അതേ കോഫി ഷോപ്പിൽ പിന്നിലുള്ള അതേ കസേരയിലിരുന്ന് ഒറ്റയ്ക്കൊരു കാപ്പി കുടിച്ചപ്പോഴാണ് ആ അസ്വസ്ഥത മാറിക്കിട്ടിയത്. സിദ്ധുവുമായുള്ള ആദ്യ ചുംബനമായിരുന്നു ഞാൻ ഏറ്റവും ആസ്വദിച്ച ചുംബനം. അന്ന് ഞാൻ ആരെയും ഒന്നിനെയും ഭയന്നില്ല. ഉള്ളിലെവിടെയോ ഉണ്ടായിരുന്ന ചെറിയൊരു ഭയത്തിന്റെ പകുതിയും അവന്റെ ഹൃദ്യമായ നോട്ടത്തിൽ ഇല്ല. ഞാൻ നിന്നെ ചുംബിച്ചോട്ടെ എന്ന അവന്റെ ചോദ്യം ബാക്കി പകുതിയും ഇല്ലാതാക്കി. ഞങ്ങൾ പരസ്പരം അധരങ്ങൾ കൊണ്ട് മധുരം നുണഞ്ഞു. അധരങ്ങൾ വഴി ഞങ്ങളുടെ ആത്മാവുകൾ തമ്മിൽ അരിഞ്ഞു ചേർന്നു. നിനക്കിഷ്ടമാവുന്നുണ്ടോ എന്നവൻ ഇടയ്ക്കിടെ അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അയാൾ പിന്നെയും എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്റെ സ്നേഹത്തിനു വേണ്ടി കേണപേക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് അയാളോട് ദേഷ്യം കുറയുന്നത് പോലെ തോന്നുന്നു. എന്നാൽ എനിക്കൊരിക്കലും ഇനി അയാളെ സ്നേഹിക്കാൻ കഴിയില്ല. രണ്ടാമതൊരവസരം കൂടി നൽകി എന്റെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാളോടുള്ള എന്റെ ദേഷ്യം കുറഞ്ഞു വരുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാനൊരു അഹിംസാവാദി അല്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ കഠിനമായ പ്രതിഷേധവാക്യങ്ങളെക്കാൾ മൗനമാണ് ഉചിതം എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. എന്നാൽ മറ്റു ചിലയിടത്ത് മൗനം ആപത്ത് വരുത്തുകയും ചെയ്യും. ദേഷ്യമല്ല, മറിച്ച് ബഹുമാനമാണ് എനിക്കിപ്പോൾ അയാളോട് തോന്നുന്നത്. ജീവിതത്തിലെ നല്ല ചില പാഠങ്ങൾ പഠിപ്പിച്ചതിലുള്ള നന്ദിയും ബഹുമാനവും. അയാൾ എന്നെ വിട്ടു പോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് ഒരിക്കലും മനസ്സിലാക്കില്ലായിരുന്നു. എന്റെ സ്നേഹത്തിനു വേണ്ടി കൊതിച്ചു എന്ന എന്റെ മനസ്സിനെ ഞാൻ തിരിച്ചറിയില്ലായിരുന്നു. അയാൾ എന്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ മനുഷ്യരെ വേർതിരിച്ചറിയുവാൻ ഞാൻ പഠിച്ചു. ആരെയും ഒറ്റയടിക്ക് വിശ്വസിക്കരുതെന്ന് ഞാൻ പഠിച്ചു. ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളെല്ലാം വളരെയധികം ആലോചിച്ചു മാത്രം എടുക്കേണ്ടതാണെന്നും പഠിച്ചു. എല്ലാത്തിനും ഉപരി ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിച്ചു. മറ്റുള്ളവരുടെ സന്തോഷത്തിനും സ്നേഹത്തിനും വേണ്ടി എന്റെ സന്തോഷങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും മുറിവേൽപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു തുടങ്ങി. ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ, എന്റെ ഇഷ്ടങ്ങളെ താലോലിച്ചു തുടങ്ങിയപ്പോൾ എന്റെ ജീവിത വഴിയിൽ വിജയം വരുന്നത് ഞാൻ കണ്ടു. എന്നെ സ്നേഹിക്കുന്നവർ എന്റെ ചുറ്റിനും നിറയുന്നത് കണ്ടു. ഇപ്പോൾ പ്രപഞ്ചശക്തി അയാളെ തിരികെ കൊണ്ടുവന്നതും അതുകൊണ്ടാവാം. ആരുടെയും ദേഷ്യവും പരിഭവവും ഇല്ലാതെ എന്നെയും മറ്റുള്ളവരെയും സ്നേഹിച്ചുകൊണ്ട് ആനന്ദപൂർവ്വം ഞാനിപ്പോൾ ജീവിക്കുന്നു. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന്. ഈ ചെറുകഥ നിങ്ങൾക്കിഷ്ടമായോ? എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.